ഇതിപ്പം ഞാൻ ഈ ഒരു മാവിൻ്റെ കമ്പ് ഞാൻ 2 ശിഖരം നിർത്തിയിട്ട് ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ആ ശിഖരം എന്ന് പറഞ്ഞാൽ വാളും കൊണ്ട് അറുത്ത് മാറ്റിയതാണ്. ബാക്കി ഭാഗങ്ങൾ മാത്രമേ നല്ല വണ്ണമുള്ള ഈ 2 തടി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുമെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പല മാവിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു കേട്ടോ. ഇവിടെ നിന്നൊരു ചെറിയ ശിഖരം വന്നായിരുന്നു ആ കമ്പയിൽ. അത് ഞാൻ ഈ ഭാഗം വെച്ച് ഞാൻ അറുത്ത് മാറ്റിയിട്ട് ഇവിടം കൊണ്ട് ഞാൻ വേറേത് വെച്ച് പിടിപ്പിച്ചു. കണ്ടോ, ഇത് ഞാൻ എവിടെ നിന്നൊരു മാവിൻ്റെ കമ്പ് കിളിർത്ത് കായ്ച്ച മാവിൻ്റെ കമ്പ് കണ്ടാലും ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ കണ്ട് ഇത്രയും ശാഖകളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കമ്പും അപ്പം കിളിർത്ത് വന്നു. ഇപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ ഒന്ന് പിടിപ്പിച്ചു, ഇവിടെയും പിടിപ്പിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വേണ്ടി ഇത് പല തവണയായിട്ട് മുറ്റത്തോട്ട് ഇങ്ങനെ കിളിർത്ത് വന്നതിന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു കേട്ടോ. ആ ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി. എന്നാൽ ഇവിടെ വെച്ച് ഞാൻ അതൊന്ന് അറുത്ത് മാറ്റിയില്ല. കാര്യം കുറച്ച് കട്ടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അറുത്ത് മാറ്റിയില്ല. അതിന് വേണ്ടി ഈ ഭാഗം